Example 4.6. Consider a tiny wound 100-turn coil of radius 10 cm carrying a current of 1 ampere. What is the magnitude of the magnetic field at the center of the coil? അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ മതി. ബി ഈസിക്കൽ ടു എന്താണ് ഇക്വേഷൻ? മ്യൂ 0 I എന്ത് വരും? 2R ഇൻറ്റു n ടേൺസിലെ അപ്പം ഇൻറ്റു n. അപ്പൊ മ്യൂ 0 എത്രയാണ്? 4π ഇൻറ്റു 10⁻⁻⁷ ഇൻറ്റു കറണ്ട് എത്രയാ? 1 ആംപിയർ ഇൻറ്റു നമ്പർ ഓഫ് ടേൺസ് എത്രയാ? 100 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു റേഡിയസ് എത്രയാണ്? 10 സെന്റിമീറ്റർ. അപ്പൊ 10 ഇൻറ്റു 10⁻⁻². ഈ 0 പോയാൽ ഇവിടെ എന്ത് വരും? 2π ആവും. അപ്പൊ 2π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 10 ഇൻറ്റു 10 സ്ക്വയർ എന്ന് വരും. ദാറ്റ് ഈസ് 2π ഇൻറ്റു 10⁻⁻7 ഇൻറ്റു 10⁻³ എത്ര വരും? 10⁻⁻4 എന്ന് വരും. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് 6.28 ഇൻറ്റു 10⁻⁻4 ടെസ്ല എന്ന് വരും. മറ്റേട്ടം 6.28 ഇൻറ്റു 10⁻⁻4 ടെസ്ല. ഓക്കെ അല്ലേ? ഓക്കെ. എക്സാമ്പിൾ 4.7. എന്താണ് എക്സാമ്പിൾ പറയുന്നത്? Figure 4.13 shows a long straight wire of a circular cross section, radius A, carries steady current I. The current I is uniformly distributed across the cross section. Calculate the magnetic field in the region R less than A and R greater than A. അതായത് A എന്ന് പറയുന്നതാണ് എന്ത്? ഈ ഒരു സർക്കുലർ ക്രോസ് സെക്ഷന്റെ റേഡിയസ് ആണ് എന്ത്? A എന്ന് പറയുന്നത്. അപ്പം R ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്താണ് R എന്ന് പറയുന്ന പോയിന്റ് എങ്കിൽ എന്താണ് ഉള്ള മാഗ്നറ്റിക് ഫീൽഡ്. R ഗ്രേറ്റർ ദാൻ A എന്ന് പറഞ്ഞാൽ എന്താ? ഈ എക്ക് പുറത്താണ് എന്താണ് R എന്ന് പറയുന്ന ഒരു പോയിന്റെങ്കിൽ അപ്പോൾ ഉള്ള മാഗ്നറ്റിക് ഫീൽഡ് എത്രയായിരിക്കും എന്ന ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഇത് നമ്മുടെ എന്താണ് ആംബിയർ സർക്യൂട്ട് ലാഡർ ഒരു ആപ്ലിക്കേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് അല്ലേ? ഇതിന്റെ അകത്ത് എന്താ റേഡിയസ് എയിലുള്ളതാണ് ക്വസ്റ്റ്യൻ എങ്കിൽ എന്താ നമ്മൾ ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് എത്രയെന്നാ കിട്ടുന്നത്? µ0I/2πa എന്നാ കിട്ടുന്നത്. എയിലുള്ള മാഗ്നറ്റിക് ഫീൽഡാ ചോദിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ആംബിയർ സർക്യൂട്ട് തിയറം വെച്ച് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ബി ഈസിക്കൽ ടു നമുക്ക് എങ്ങനെ കിട്ടുമായിരുന്നടാ? µ0I/2πa എന്ന് കിട്ടുമായിരുന്നു അല്ലേ? അപ്പൊ ഇത് ഇനി എ കൂടുന്നതനുസരിച്ച് എയുടെ ഡിസ്റ്റൻസ് ആർ ഗ്രേറ്റർ ദാൻ എ ആകുമ്പോൾ അവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് എന്താകത്തുള്ളൂ? ബി ഈസിക്കൽ ടു നമ്മൾ അവിടെയുള്ള എന്ത് ചെയ്യും? ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ എന്ത് വരും? µ0I/2πr എന്നാ കിട്ടുന്നത്. µ0I/2πr എന്ന് കിട്ടും. എക്ക് കൂടുതൽ അങ്ങോട്ട് ആവുന്നതിനനുസരിച്ച് എന്താ എൻക്ലോസ് ചെയ്യുന്ന കറണ്ട് ഐ തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? µ0I/2πr എന്ന് മാറും. ഓക്കെ അല്ലേ? ഐ എൻക്ലോസ്ഡ് മാറുന്നില്ല. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അപ്പൊ നമുക്ക് ഔട്ട്സൈഡ് പോയിന്റ് ആർ ഗ്രേറ്റർ ദാൻ എയിൽ എന്താണ് നമുക്ക് പറയാം? ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആണെന്ന് പറയാം ഔട്ട്സൈഡിലെ പോയിന്റിൽ. ഇനി ഇൻസൈഡിലെ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ ഇത്രയുള്ളൊരു സർഫസ് എടുക്കുന്നെങ്കിൽ, അതായത് എന്താ ഇവിടുത്തെ ഈ ഒരു സർഫസ് എടുക്കുന്നെങ്കിൽ ഇവിടുത്തെ ഐ എൻക്ലോസ്ഡ് സെയിം ആവോ? കാരണം ഇത്രയുള്ളിടത്തുള്ളത് ഐ എന്ന് പറയുന്നത് ഐ എൻക്ലോസ്ഡ് ഐ ആണെങ്കിൽ ഇവിടെ അത്രയും കറണ്ട് എന്ത് കാണത്തില്ലടാ? എൻക്ലോസ് ചെയ്ത് കാണത്തില്ല. ഓക്കെ അല്ലേ? അവിടുത്തെ ഐ എൻക്ലോസ്ഡ് എന്ത് ചെയ്യോടാ? മാറും. അപ്പൊ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? അവിടുത്തെ ഐ എൻക്ലോസ്ഡ് എത്രയാന്ന് കണ്ടുപിടിക്കണം. അവിടുത്തെ എന്താ കറണ്ട് എത്രയാന്ന് കണ്ടുപിടിക്കണം. അപ്പൊ അവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഈ ഒരു 2πa² ഏരിയ πa² ഉള്ളതാണ് ഐ എന്ന് പറയുന്ന കറണ്ട് അല്ലേ? അപ്പൊ ഒരു യൂണിറ്റ് ഏരിയയിലുള്ളത് എത്രയാണ്? ഐ ഡിവൈഡഡ് ബൈ πa² ആണ്. നമുക്ക് പൈ എന്താണ്? ആർ ലെസ് ദാൻ എയിലുള്ള ഒരു പോയിന്റ് അല്ലേ ഇതല്ലേ? πr² ഉള്ളത് എത്ര വരുവാടാ? I/πa² ഇൻറ്റു πr² എന്ന് വരും. അപ്പൊ ഇതാണ് എന്ത് ഇവിടുത്തെ ഐ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത്. ഇതാണ് ഇവിടുത്തെ ഐ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എഴുതുവാണെങ്കിൽ ബി ഈസിക്കൽ ടു എന്ത് കിട്ടും? µ0 ഇൻറ്റു ഐ എൻക്ലോസ്ഡ് എത്രയാടാ? ഐ ഡിവൈഡഡ് ബൈ πa² ഇൻറ്റു πr² ഡിവൈഡഡ് ബൈ എന്ത് വരും? 2πr. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടുത്തെ ഈ പൈയും എന്താ ഇപ്പൊ ഇവിടെ വെട്ടിപ്പോവും. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ബി ഈസ് ഈക്വൽ ടു µ0I ഡിവൈഡഡ് ബൈ 2π. ഈ ഒരു ആറും വെട്ടിപ്പോവും. 2πa² ഇൻറ്റു ആർ എന്ന് കിട്ടും. 2πa² ഇൻറ്റു ആർ എന്ന് കിട്ടും അല്ലെ? µ0I/2πa² ഇൻറ്റു ആർ. അപ്പൊ ഈ ആർ എന്ന് പറയുന്ന പോയിന്റും ബിയും തമ്മിലുള്ള റിലേഷൻ എന്താവും? ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്നാവും. എന്താ മക്കളെ? ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്നാവും. ഇൻസൈഡിലെ പോയിന്റ് ആയപ്പോ എന്താണ്? ഇൻസൈഡിലെ ഔട്ട്സൈഡിലെ പോയിന്റ് ആയപ്പോ എന്താണ്? ബി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആയിരുന്നു. ആ ഒരു റേഡിയസിനകത്തുള്ള ഇൻസൈഡിലെ പോയിന്റിലാകുമ്പോൾ എന്ത് വരുവാ? ബി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ എന്ന് വരും. ഓക്കെ അല്ലേ? അപ്പൊ നമ്മള് ഇവരുടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ കിട്ടുവാടാ? ഇവരുടെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ഇതാണ് റേഡിയസ് ആർ എന്നുള്ള പോയിന്റ് എന്നിരിക്കട്ടെ. ആർ ഈസിക്കൽ ടു ക്യാപിറ്റൽ ആർ.
റേഡിയസ്. ഈ R ലെസ് ദാൻ എയിൽ എന്താണ്? ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ഇൻസൈഡിൽ ഏത് പോയിന്റിലും ബി എന്താ മക്കളെ? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കണ്ടോ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അത് കഴിഞ്ഞിട്ട് എങ്ങനെ വരും? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ ഔട്ട്സൈഡിൽ പോയിന്റ്? അപ്പൊ ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? ഇങ്ങനെ വരും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇതൊന്നുകൂടെ സ്ലീപ്പായിട്ട് വരയ്ക്കാം. ഇങ്ങനെ വരും. ഓക്കെ അല്ലേ? ഇവിടെ എന്തായിരിക്കും? ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആർ ആയിരിക്കും. ഇവിടെ എന്തായിരിക്കും? ബി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/r ആയിരിക്കും. ഓക്കെ അല്ലേ? ഇവിടെ ആയിരിക്കും മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. എപ്പോഴാ? ആർ, അതായത് ആ ഒരു എന്താണ് റേഡിയസിന് ഈക്വൽ ആകുമ്പോൾ ആ സർഫസിലായിരിക്കും എന്ത് മക്കളെ? ബി മാക്സിമ എന്ന് പറയുന്നത്. മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്? ആർ ഈക്വൽ ടു ആറിലായിരിക്കും. ആ ഒരു സർഫസിലെ പോയിന്റിലായിരിക്കും എന്താ? മാക്സിമം മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ഒരു ആംബിയസ് സർക്യൂട്ടൽ ലോഡ് അല്ലെങ്കിൽ ആംബിയസ് സർക്യൂട്ടൽ തിയറത്തിന്റെ എന്താ ഒരു മെയിൻ ആപ്ലിക്കേഷൻ ആയിട്ടുള്ളതാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ എന്താ ഈ ആംബിയസ് സർക്യൂട്ടൽ ലാ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക്, ഒരു ക്ലോസ്ഡ് ലൂപ്പിലുള്ള ലൈൻ ഇന്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരുന്നു? μ0 ടൈംസ് ദ ടോട്ടൽ കറന്റ് എൻക്ലോസ്ഡ് ഇൻ ദ ലൂപ്പ്. അതാണ് എന്താ ആംബിയസ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതിന്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ് ഇത്. ക്ലിയർ അല്ലേടാ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Example 4.8. A solenoid of length 0.5 meter has a radius of 1 centimeter and is made up of 500 turns. It carries a current of 5 ampere. What is the magnitude of the magnetic field inside the solenoid? അപ്പം നമുക്ക് എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻസൈഡ് ദ സോളിനോയിഡ് ഇക്വേഷൻ? എന്താ? ബി ഈസിക്കൽ ടു നമുക്കറിയാം μ0 ആണ്. μ0 ഇവിടെ n എന്ന് പറഞ്ഞാൽ എന്താ? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റിൽ എന്താണ്? അപ്പൊ μ0 ഡിവൈഡഡ് ബൈ എൽ എന്ന് എഴുതിക്കൂടെ? എഴുതാം. μ0യുടെ വാല്യൂ എത്രയാ? 4π × 10⁻⁻7 ആണ്. ഇൻറ്റു എന്നിന്റെ വാല്യൂ എത്രയാ? 500 ആണ്. ഡിവൈഡഡ് ബൈ ലെങ്ത് എത്രയാണ്? 0.5 ആണ്. n/l എടുക്കുന്നത് കുഞ്ഞ്. ഇൻറ്റു ഐ എത്ര മക്കളെ? 5 ആംപിയർ ആണ്. അപ്പൊ ഇത് എത്ര കിട്ടും? 4π × 10⁻⁻7 ഇൻറ്റു 500 ഡിവൈഡഡ് ബൈ 5 × 10⁻⁻1 ഇൻറ്റു 5. ഈ 5ഉം 5ഉം പോയാൽ നമുക്ക് എത്ര കിട്ടൂടാ? 4π × 10⁻, ഇവിടെ എന്ത് വരും? -5 വരും. ഈ 10² 10⁻⁻7 ഇവിടെ 10⁻⁻5 വരും. ഈ 10⁻⁻1 മുകളിൽ ചെല്ലുമ്പോൾ 10⁻5 -5 × 10 വരും. അത് 10⁻⁻4 വരും. ഇൻറ്റു എത്ര കിട്ടാം? 5 എന്ന് കിട്ടാം. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടാം? ഇത് ചെയ്യുമ്പോൾ നമുക്ക് 6.28 × 10⁻³ ടെസ്ല എന്ന് കിട്ടും. എത്ര കിട്ടും? 6.28 × 10⁻³ ടെസ്ല. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Example 4.9. The horizontal component of earth magnetic field at a certain place is 3 × 10⁻⁵ ടെസ്ല. അതായത് എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഹൊറിസോണ്ടൽ കമ്പോണന്റ് എത്രയാണ്? 3 × 10⁻⁵ ടെസ്ലയാണ്. ആൻഡ് ദി ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ് ഈസ് ഫ്രം ജോഗ്രഫിക് സൗത്ത് ടു ജോഗ്രഫിക് നോർത്ത്. ജോഗ്രഫിക് സൗത്തിൽ നിന്ന് ജോഗ്രഫിക് നോർത്തിലോട്ടാണ് എന്താ ആ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത്. A very long straight conductor is carrying a steady current of 1 ampere. ഒരു സ്ട്രേറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്. അത് എന്ത് ചെയ്യുന്നു? ഒരു 1 ആംപിയർ കറണ്ട് എന്ത് ചെയ്യുന്നു? ക്യാരി ചെയ്യുന്നുണ്ട്. വാട്ട് ഈസ് ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓൺ ഇറ്റ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ എ ഹൊറിസോണ്ടൽ ടേബിൾ ആൻഡ് ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട് ഈസ് ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ് ആൻഡ് ബി ഫ്രം സൗത്ത് ടു വെസ്റ്റ്. അതായത് കറണ്ടിന്റെ ഡയറക്ഷൻ ഈസ്റ്റ് ടു വെസ്റ്റിലോട്ട് പോകുമ്പോൾ ഉള്ള ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തും സൗത്തിൽ നോർത്തിലോട്ട് പോകുമ്പോൾ ഉള്ള ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് കണ്ടുപിടിക്കുന്നത്. നമുക്ക് ആദ്യം ഫസ്റ്റ് കേസ് എടുക്കാം. ഫസ്റ്റ് കേസിൽ എന്താണ്? കറണ്ടിന്റെ ഡയറക്ഷൻ ഈസ്റ്റ് ടു വെസ്റ്റ് ആണ് അല്ലെ? കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ടാണ്. കറണ്ടിന്റെ ഡയറക്ഷൻ ഈസ്റ്റ് നിന്ന് വെസ്റ്റിലോട്ടാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്? നോർത്ത് ടു സൗത്ത്, സൗത്ത് ടു നോർത്തും ആണ്. അപ്പൊ അവര് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇവിടെ θ = 90 ഡിഗ്രി ആയിരിക്കും. ആയിരിക്കുമല്ലോ? ആയിരിക്കും. നമുക്കറിയാം ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ILB sin θ ആണ്. ഫോഴ്സ് എന്താ? ILB sin θ ആണ്. നമുക്ക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്താ വേണ്ട. അപ്പൊ എന്ത് കിട്ടും? IB sin θ എന്ന് വരും. ഇവിടെ sin θ എത്രയാണ്? 90 ആണ്. അപ്പൊ sin 91 വരും. അപ്പൊ I × B എടുത്താൽ മതി. I എത്രയാണ്? 1 ആണ്. മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ്? 3 × 10⁻⁻5 ആണ് അല്ലെ? അപ്പൊ എത്ര കിട്ടും? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എത്ര കിട്ടും? 3 × 10⁻⁻5 Nm/m എന്ന് കിട്ടും ഫസ്റ്റ് കേസിൽ. ഇനി നമ്മുടെ സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസിൽ കറണ്ടിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? കറണ്ട് ഡയറക്ഷൻ സൗത്ത് ടു നോർത്ത് ആണ്. നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? സൗത്ത് ടു നോർത്ത് ആണ്. അപ്പൊ അവരുടെ ഇടയിലുള്ള ആംഗിൾ എത്ര വരും? θ 0 ഡിഗ്രി വരും. അപ്പൊ ഇവിടെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എന്ത് തന്നെയാണ്? IB sin θ വരും. IB sin 0 എന്ന് വരും. sin 0 0 ആണ്. അപ്പൊ ഇവിടുത്തെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് എത്ര വരും? ഇവിടെ 0 വരും. അതായത് ഈ ഒരു കണ്ടക്ടറിൽ എന്തില്ല? ഫോഴ്സ് ഇല്ല. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Example 4.10. A 100 turn closely wound circular coil of radius 10 cm carries a current of 3.2 ampere.
വാട്ട് ഈസ് ദ ഫീൽഡ് അറ്റ് ദി സെന്റർ ഓഫ് ദി കോയിൽ, വാട്ട് ഈസ് ദി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദിസ് കോയിൽ. അതായത് സെന്റർ ഓഫ് കോയിലിലെ മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് ഓരോ പാർട്ടിൽ നിന്നും ചെയ്യാം. എ പാർട്ടിൽ എന്താടാ, ആ ഒരു കോയിലിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡ്. അതിന്റെ ഇക്വേഷൻ എന്താ, ബി ഈസ് ഈക്വൽ ടു മ്യൂ സീറോ, എൻ ടേൺസ് ഉണ്ടെങ്കിൽ എൻ ഐ ഡിവൈഡഡ് ബൈ എന്ത് വരും, 2a എന്ന് വരും. ഇതല്ലേ നമ്മുടെ ഇക്വേഷൻ. അതെ, ഇവിടെ മ്യൂ സീറോയുടെ വാല്യൂ എത്രയാണ്, 4 pi into 10⁻⁻⁷ ഇൻറ്റു n എത്രയാണ്, 100 ആണ്. 100 ഇൻറ്റു i എത്രയാണ്, 3.2 ഡിവൈഡഡ് ബൈ 2a. 2 ഇൻറ്റു റേഡിയസ് എത്രയാ, 10 സെന്റിമീറ്ററിൽ 10 ഇൻറ്റു 10⁻⁻2 എന്ന് വരും. അപ്പൊ എത്ര കിട്ടൂടാ, ഇത് നമുക്ക് ചെയ്യുമ്പോൾ അറൗണ്ട് എത്ര കിട്ടാം, നമുക്ക് 2 ഇൻറ്റു 10⁻³ ടെസ്ല എന്ന് കിട്ടും. 2 ഇൻറ്റു 10⁻³ ടെസ്ല. ഇതാണ് എന്ത്, ഇവിടുത്തെ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദി മാഗ്നറ്റിക് മൊമെന്റ് ഓഫ് ദിസ് കോയിൽ. ആ ഒരു കോയിലിന്റെ മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണ്. മാഗ്നറ്റിക് മൊമെന്റിന്റെ ഇക്വേഷൻ എന്താ, NIA ആണ്. മാഗ്നറ്റിക് മൊമെന്റ് ഇസ് ഈക്വൽ ടു NIA. അപ്പൊ ഇവിടെ എനിക്ക് എങ്ങനെ എഴുതാം, NI ഇൻറ്റു എ എന്താണ്, πr² ആണ്. കോയിലല്ലേ, അപ്പൊ πr² ആണ്. ഇവിടെ n എത്രയാണ്, 100 ആണ്. ഇൻറ്റു i എത്രയാണ്, കറണ്ട് എത്രയാ, 3.2 ആണ്. ഇൻറ്റു പൈ എത്രയാണ്, 22/7 ഇൻറ്റു റേഡിയസ് എത്രയാണ്, 10 സെന്റിമീറ്റർ അല്ലേ. അപ്പോൾ 10 ഇൻറ്റു 10⁻² ദ ഹോൾ സ്ക്വയർ. ഓക്കെ അല്ലേ. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും, ഇത് ചെയ്യുമ്പോൾ എനിക്ക് അറൗണ്ട് എത്ര കിട്ടൂടാ, 10 ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. എത്ര കിട്ടും, 10 ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ. അപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് എത്ര കിട്ടി, 10 ആംപിയർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഇനി എനിക്ക് എന്താ വേണ്ടത്, ഇനി അടുത്ത ബാക്കി ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇത് coil is placed in a vertical plane and is free to rotate about a horizontal axis which coincide with its diameter. ആ കോയിലിന്റെ ഒരു വെർട്ടിക്കൽ പ്ലെയിനിൽ പ്ലേസ് ചെയ്തിട്ട് അത് ഫ്രീ ടു റൊട്ടേറ്റ് ചെയ്യാണ്. A uniform magnetic field of 2T in the horizontal direction exists such that initially the axis of the coil is in the direction of the field. The coil rotates through an angle of 90 degree under the influence of the magnetic field. Initially എത്ര ആംഗിളിലാണ്, 0 ഡിഗ്രിയിലാണ്. അത് പിന്നെ എന്ത് ചെയ്യുന്നു, 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുന്നു. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്. വാട്ട് ആർ ദി മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് ദി ടോർക്ക് ഓൺ ദി കോയിൽ ഇൻ ദ ഇനിഷ്യൽ ആൻഡ് ദ ഫൈനൽ പൊസിഷൻ. എങ്കിൽ ആ ഒരു കോയിലിലെ ടോർക്കിന്റെ വാല്യൂ എത്രയാണെന്നാ ക്വസ്റ്റ്യൻ, ഇനിഷ്യൽ പൊസിഷനിലും ഫൈനൽ പൊസിഷനിലും. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ടോർക്ക് കണ്ടുപിടിക്കണം. സി പാർട്ട് ക്വസ്റ്റ്യൻ. ടോർക്കിന്റെ ഇക്വേഷൻ എന്താടാ, ടോർക്ക് ടോ ഈസ് ഈക്വൽ ടു mb sin θ ആണ് അല്ലേ. ടോർക്ക് ഈസ് ഈക്വൽ ടു m ക്രോസ് b അല്ലെങ്കിൽ mb sin θ ആണ്. ഇനിഷ്യലി ഉള്ള കണ്ടീഷനിൽ തീറ്റ എത്രയായിരിക്കും, 0 ആയിരിക്കും. ഇനിഷ്യലി തീറ്റ 0 ആയിരിക്കും. അപ്പൊ അവിടുത്തെ ടോർക്ക് എത്രയായിരിക്കും, 0 ആയിരിക്കും. ടോർക്ക് ഇനിഷ്യൽ എത്രയായിരിക്കും, 0 ആയിരിക്കും. സൈൻ 0 വരും. ടോർക്ക് ഇനിഷ്യൽ എത്ര വരും, 0 ഡിഗ്രി വരും. ഫൈനലി ആകുമ്പോൾ തീറ്റ എത്രയാണ്, 90 ഡിഗ്രി ആണ്. ഫൈനലി തീറ്റ 90 ഡിഗ്രിയാണ്. അപ്പൊ ടോർക്ക് ഫൈനൽ എന്ന് പറയുന്നത് എത്ര വരും, mb sin 90 എന്ന് വരും അല്ലെ. സൈൻ 90യുടെ വാല്യൂ എത്രയാ, 1 അല്ലേ. അപ്പൊ എത്ര കിട്ടും, mb എന്ന് കിട്ടും. ഓക്കെ, ഇവിടെ m എന്താണ്, മാഗ്നറ്റിക് മൊമെന്റ് ആണ്. മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണ്, 10 ആണ്. മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, ബി എത്രയാണ്, ബി എന്ന് പറയുമ്പോൾ നമുക്ക് എത്രയാ, 2 അല്ല എന്നോ, 2T ആവുമെന്നാ പറഞ്ഞത്. അപ്പൊ എത്രയാണ്, 2. അപ്പൊ എത്ര വരും, 20 എന്ന് വരും. എത്ര വരും, 20 ന്യൂട്ടൺ മീറ്റർ എന്ന് വരും. അപ്പൊ നമുക്ക് സി എത്ര കിട്ടി, അതായത് നമ്മുടെ എന്താ ക്വസ്റ്റ്യൻ, ഇനിഷ്യൽ ടോർക്ക് 0 എന്നും ഫൈനൽ ടോർക്ക് എത്ര കിട്ടിയടാ, 20 ന്യൂട്ടൺ മീറ്റർ എന്നും കിട്ടി. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. അപ്പൊ സി പാർട്ട് ക്വസ്റ്റ്യൻ ഓക്കെ. ഇനി നമ്മുടെ ലാസ്റ്റ് ഡി പാർട്ട് ക്വസ്റ്റ്യൻ. എന്താ ഡി പാർട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് നോക്കി. ഡി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വാട്ട് ഈസ് ദി ആംഗുലർ സ്പീഡ് റിക്വയർഡ് ബൈ ദി കോയിൽ വെൻ ഇറ്റ് ഹാസ് റൊട്ടേറ്റഡ് ബൈ 90 ഡിഗ്രി. ദ മൊമെന്റ് ഓഫ് ഇനർഷ്യ ഓഫ് ദി കോയിൽ ഈസ് 0.1 കിലോഗ്രാം മീറ്റർ സ്ക്വയർ. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ, നമുക്ക് എന്താണ് ആംഗുലർ സ്പീഡ് എത്ര, ആ ഒരു കോയിലിന് അക്യൂർ ചെയ്യുന്ന ആംഗുലർ സ്പീഡ് എത്രയാവുമെന്ന ക്വസ്റ്റ്യൻ അല്ലെ. എന്ത് ചെയ്യുമ്പോൾ 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എത്രയാവുമെന്നാണ് ക്വസ്റ്റ്യൻ അല്ലെ. 90 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഉള്ള ആംഗുലർ സ്പീഡ് എത്രയാവുമെന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് ആംഗുലർ സ്പീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇതൊക്കെ മാറ്റിയിട്ട് ആംഗുലർ സ്പീഡ് കണ്ടുപിടിക്കാം. ആംഗുലർ സ്പീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് എടുത്താൽ മതി, നമുക്ക് ടോർക്കിന്റെ ഇക്വേഷൻ അറിയാം. ഇത് ഡി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. നമുക്കറിയാം എന്താണ് ടോർക്കിന്റെ ഇക്വേഷൻ, നമുക്കറിയാം. ടോർക്ക് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നല്ല, ടോർക്ക് ഈസ് ഈക്വൽ ടു എന്താണ്, mb sin θ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാം, IAB sin θ എന്ന് എഴുതാം. ടോർക്ക് ഈസ് ഈക്വൽ ടു IAB sin θ നമുക്ക് എഴുതാം. ഇനി ടോർക്കിന്റെ വേറൊരു ഇക്വേഷൻ ആണ് എന്ത്, I ആൽഫ എന്നുള്ളത് അല്ലെ. ഇവിടെ I എന്താണ്, മൊമെന്റ് ഓഫ് ഇനർഷ്യ ആണ്. ആൽഫ എന്താണ്, ആംഗുലർ ആക്സിലറേഷൻ ആണ്
ആംഗുലർ ആക്സിലറേഷൻ ആണെങ്കിൽ ആൽഫ ഈസിക്കൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഒമേഗ ബൈ ഡി ടി എന്ന് എഴുതാം. ആംഗുലർ സ്പീഡ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ സ്പീഡ് ആണ് എന്ത്? ആംഗുലർ ആക്സിലറേഷൻ. അപ്പൊ ഐ ആൽഫ, ആൽഫ ആംഗുലർ ആക്സിലറേഷൻ ആണ്, ഐ എന്താണ്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ ഇവിടെ നിന്ന് എനിക്ക് ഐ ആൽഫ ഈസിക്കൽ ടു ഐ എ ബി സൈൻ തീറ്റയ്ക്ക് വരെ എന്ത് എഴുതാം? എം ബി സൈൻ തീറ്റ എന്ന് എഴുതിക്ക് ഇവിടെ എഴുതാം. ഇവിടെ ഐ ഇൻറ്റു ആൽഫയ്ക്ക് വരെ എന്ത് എഴുതാം? ഡി ഒമേഗ ബൈ ഡി ടി ഈസിക്കൽ ടു എം ബി സൈൻ തീറ്റ എന്ന് വരും അല്ലേ? ഓക്കെ. ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ എഴുതാം? ഐ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി ഇൻറ്റു രണ്ടിടത്തൊരു ഡി തീറ്റ ഉണ്ട്, മൾട്ടിപ്ലൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും? എം ബി സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ അല്ലേ? തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഇവിടെ നീ ഡി തീറ്റ ബൈ ഡി ടി എന്ത് കിട്ടും? ആംഗുലർ ഡിസ്പ്ലേസ്മെന്റിനെ ടൈം വെച്ച് ഡിവൈഡ് ചെയ്ത് എന്ത് കിട്ടുന്നത്? ആംഗുലർ സ്പീഡ് അല്ലേ, അതായത് ഒമേഗ അല്ലേ. അപ്പൊ ഐ ഇൻറ്റു എന്ത് കിട്ടും ഇവിടെ? ഒമേഗ ഇൻറ്റു ഡി ഒമേഗ ഡിവൈഡഡ് ബൈ ഡി തീറ്റ ഈസ് ഈക്വൽ ടു എന്ത് വരും ഇവിടെ? എം ബി സൈൻ തീറ്റ എന്ന് വരും. ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ. ഓക്കെ അല്ലേ? ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? ഇതിനെ എനിക്ക് ഐ ഒമേഗ ഇൻറ്റു ഡി ഒമേഗ ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ എന്ത് വരും? ഡി തീറ്റ എന്ന് വരും. എം ബി സൈൻ തീറ്റ എന്ത് വരും ഇവിടെ? ഡി തീറ്റ എന്ന് വരും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഐ ഒമേഗ ഇൻറ്റു ഡി ഒമേഗ ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ ഡി തീറ്റ എന്ന് വന്നു. ഇനി എനിക്ക് എന്ത് ചെയ്യാം? ഇനി എനിക്ക് രണ്ടിടത്ത് എന്ത് ചെയ്യടാ? ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് ഇങ്ങോട്ട് എഴുതാം. ഐ ഒമേഗ ഡി ഒമേഗ ഈസ് ഈക്വൽ ടു എം ബി സൈൻ തീറ്റ ഡി തീറ്റ. രണ്ടിടത്തും ഞാൻ എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഐ എന്താ? കോൺസ്റ്റന്റ് ആണ്. ഐ ഇൻറ്റു എന്ത് വരും? ഇന്റഗ്രൽ ഒമേഗ ഡി ഒമേഗ ഈസ് ഈക്വൽ ടു എം ബി ഇവിടെ കോൺസ്റ്റന്റ് ആണ്. എം ബി ഇൻറ്റു ഇന്റഗ്രൽ സൈൻ തീറ്റ ഡി തീറ്റ എന്ന് വരും. എവിടെ തൊട്ട് എങ്ങോട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? റൊട്ടേറ്റ് ചെയ്തത് 90 ഡിഗ്രിയിലോ, അതായത് 0 to 90 ഡിഗ്രിയിലോട്ടാണ് ഞാൻ എന്ത് ചെയ്യേണ്ടത്? ഇന്റഗ്രേറ്റ് ചെയ്യല്ലേ. അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഐ ഇൻറ്റു ഒമേഗ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു എം ബി ഇൻറ്റു സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ എന്താ? മൈനസ് കോസ് തീറ്റ. മൈനസ് കോസ് തീറ്റ എവിടെ തൊട്ട് വരെ? 0 to 90. അപ്പൊ ഐ ഒമേഗ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു ഈ മൈനസ് ഇനി ഇപ്പുറത്തെടുത്താൽ മൈനസ് എം ബി ഇൻറ്റു എന്ത് വരും ഇവിടെ? കോസ് 90 മൈനസ് കോസ് 0 എന്ന് വരും. വരത്തില്ലേ? കോസ് 90 മൈനസ് കോസ് 0 എന്ന് വരും. അപ്പൊ ഐ ഒമേഗ സ്ക്വയർ ബൈ 2 ഈസ് ഈക്വൽ ടു മൈനസ് എം ബി ഇൻറ്റു കോസ് 90 എത്രയാണ്? 0 ആണ്. കോസ് 0 എത്രയാണ്? 1 ആണ്. അപ്പൊ 0 മൈനസ് 1 എന്ന് വരും. -1. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം? ഐ ഒമേഗ സ്ക്വയർ അല്ലെങ്കിൽ ഒമേഗ സ്ക്വയർ ഈസ്ക്വൽ ടു മൈനസ് എം ബി മൈനസ് 1 ഇവിടെ എം ബി ആവുമല്ലോ. അപ്പൊ ഒമേഗ സ്ക്വയർ ഈസ്ക്വൽ ടു 2 എം ബി ഡിവൈഡഡ് ബൈ ഐ എന്ന് കിട്ടും. കിട്ടത്തില്ലേ? കിട്ടും. അല്ലെങ്കിൽ ഒമേഗ ഈസിക്കൽ ടു എന്ത് വരും? ഒമേഗ ഈസിക്കൽ ടു റൂട്ട് ഓഫ് 2 എം ബി ഡിവൈഡഡ് ബൈ ഐ എന്ന് വരും. ഇനി നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുത്താൽ പോരെ? ഒമേഗ അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ആംഗുലർ എന്താണ്? സ്പീഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒമേഗ ഈസിക്കൽ ടു റൂട്ട് ഓഫ് 2 ഇൻറ്റു നമുക്ക് എം എത്രയാണ്? മാഗ്നറ്റിക് മൊമെന്റ് എത്രയാണ്? നേരത്തെ ക്വസ്റ്റ്യനിൽ നമുക്ക് കിട്ടിയത് മാഗ്നറ്റിക് മൊമെന്റ് എന്ന് പറയുമ്പോൾ 10 ആണ്. അപ്പൊ 10 ഇൻറ്റു മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ 2t ആണ്. അപ്പോൾ ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ മൊമെന്റ് ഓഫ് ഇനർഷ്യ എത്രയാണ്? 0.1 അല്ലേ. അപ്പൊ എന്ത് വരും? 0.1. 2 ഇൻറ്റു 10 ഇൻറ്റു 2 ഡിവൈഡ് ബൈ 0.1 വരും. ഇത് എത്രയായിട്ട്? റൂട്ട് 400 എന്ന് വരും. 0.1 മുകളിൽ ചെല്ലുമ്പോൾ എന്ത് വരും? റൂട്ട് 400 എന്ന് വരും. അപ്പൊ എത്ര കിട്ടും? റൂട്ട് 400 എന്ന് പറയുമ്പോൾ 20 അല്ലേ. അപ്പൊ 20 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് വരും. 20 സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ അല്ലേ? അപ്പൊ ആംഗുലർ സ്പീഡ് എത്ര കിട്ടിയടാ? 20 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? അപ്പൊ നമ്മൾ ആദ്യം നമുക്ക് എന്തായാലും കണ്ടുപിടിക്കേണ്ട ആംഗുലർ സ്പീഡ്, അതായത് 0 to 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ആംഗുലർ സ്പീഡ് കണ്ടുപിടിക്കാം. ഇനി നമ്മൾ ടോ ഈസ്ക്വൽ ടു എന്താണ്? എം ബി സൈൻ തീറ്റ അല്ലെങ്കിൽ ഐ എ ബി സൈൻ തീറ്റ. അതുപോലെ നമുക്ക് അറിയാവുന്ന ഇക്വേഷൻ ഐ ആൽഫ. ഇവിടെ ആൽഫ ഡി ഒമേഗ ബൈ ഡി ടി ആണ് നമുക്കറിയാം. അപ്പൊ ഐ ഇൻറ്റു ഡി ഒമേഗ ബൈ ഡി ടി ഈസ്ക്വൽ ടു എം ബി സൈൻ തീറ്റ ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? രണ്ടിടത്തൊരു ഡി തീറ്റ ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഐ ഒമേഗ ഡി ഒമേഗ ഈസ്ക്വൽ ടു എം ബി സൈൻ തീറ്റ ഡി തീറ്റ എന്നുള്ള ഇക്വേഷനിലോട്ട് എത്തി. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രേറ്റ് ചെയ്ത് നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? ഒമേഗ ഈക്വൽ ടു റൂട്ട് ഓഫ് 2 എം ബി ബൈ ഐ എന്നുള്ളൊരു ഇക്വേഷൻ കണ്ടുപിടിച്ചു. ഈ ഒരു ഇക്വേഷൻ നോട്ട് ചെയ്ത് വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ എളുപ്പമായിരിക്കും. ഒമേഗ ഈക്വൽ ടു എന്താണ്? റൂട്ട് ഓഫ് 2 എം ബി ഡിവൈഡഡ് ബൈ ഐ. പിന്നെ നമ്മൾ എന്ത് ചെയ്തു? ജസ്റ്റ് ഇക്വേഷനിൽ നിന്ന് വാല്യൂ ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അതിന് മുമ്പുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ്? നമ്മൾ സെന്ററിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചു, മാഗ്നറ്റിക് മൊമെന്റ് കണ്ടുപിടിച്ചു, പിന്നെ ടോർക്ക് കണ്ടുപിടിച്ചു. ഓക്കെ അല്ലേ? ഈസി അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 4.11. Question number 8. എന്താ? A current carrying circular loop lies on a smooth horizontal plane. Can a uniform magnetic field be set up in such a manner that the loop turns around itself, that is, turn about the vertical axis?
അതായത് എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു കറണ്ട് കാരിങ് സർക്കുലർ ലൂപ്പ് ഉണ്ട്, ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഇങ്ങനെ ഒരു ലൂപ്പ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഒരു വളയെടുത്ത് ഒരു ടേബിളിൽ വെച്ച് നോക്കിയാൽ മതി. എന്നിട്ട് അതിനെ എനിക്ക് എന്ത് ചെയ്യണം, ഇവിടെ വെർട്ടിക്കൽ ആക്സിസിൽ ടേൺ ചെയ്യണം. വെർട്ടിക്കൽ ആക്സിസിൽ ടേൺ ചെയ്യാൻ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെന്നാ ക്വസ്റ്റ്യൻ. ഇതിന് വെർട്ടിക്കൽ ആക്സിസിൽ ടേൺ ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ ടോർക്ക് എങ്ങനെ ആക്ട് ചെയ്യണം, ടോർക്ക് മുകളിലോട്ട് ആക്ട് ചെയ്യണം അല്ലെ, ടോർക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യണം. ഇവിടുത്തെ ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും, എപ്പോഴും ആ പ്ലെയിന് നോർമൽ ആയിരിക്കും അല്ലെ, അപ്പൊ അതും ഇങ്ങനത്തെ ആയിരിക്കും, മുകളിലോട്ടായിരിക്കും. അപ്പൊ അവര് തമ്മിലുള്ള ആംഗിൾ എത്രയാണ്, 0 ആണ്. നമുക്കറിയാം ടോർക്കിന്റെ ഇക്വേഷൻ എന്താ, I × A × B ആണ്. അവിടെ ഏരിയ വെക്ടറും ടോർക്കും മാഗ്നറ്റിക് ഫീൽഡും എന്തായിരിക്കണം, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കണം. ടോർക്കും ഏരിയ വെക്ടറിനും മാഗ്നറ്റിക് ഫീൽഡിനും എങ്ങനെ ആയിരിക്കണം, പെർപെൻഡിക്കുലർ ആയിരിക്കണം. പക്ഷെ ഇവിടെ അങ്ങനെയാണോ, അല്ല. ടോർക്ക് എന്താണ്, ഏരിയ വെക്ടർ എലോങ് ദ ഡയറക്ഷൻ, രണ്ടും പാരലൽ ആയിട്ടാണ് അല്ലെ. അപ്പൊ അവിടെ എന്ത് എക്സിസ്റ്റ് ചെയ്യത്തില്ലടാ, അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, സെറ്റപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ആൻസർ എന്ത് വരും, നോ എന്ന് വരും. ഓക്കെ അല്ലേ. ഡി പാർട്ട് ക്വസ്റ്റ്യൻ. A current carrying circular loop is located in a uniform external magnetic field. If the loop is free to turn, what is its orientation of stable equilibrium? എപ്പോഴാണ് അതിന്റെ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിന്റെ ഓറിയന്റേഷൻ എന്നാ പറയുന്നത്. ഓറിയന്റേഷൻ ഓഫ് സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഏരിയ വെക്ടറും അതുപോലെ മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, സെയിം ഡയറക്ഷൻ ആയിരിക്കും. അതായത് ടോ ഈസ് ഈക്വൽ ടു എന്തോ ഇക്വേഷൻ, IAB സൈൻ തീറ്റ ആണ്. അപ്പോൾ നമുക്ക് സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവണമെന്ന് പറഞ്ഞാൽ അവിടെ എക്സ്റ്റേണൽ ടോർക്ക് എന്താണ്, 0 ആവണം. ടോർക്ക് 0 ആവണമെങ്കിൽ തീറ്റ എത്രയാണോടെ, ഒന്നെങ്കിൽ 0 ആവണം, അല്ലെങ്കിൽ തീറ്റ 180 ഡിഗ്രി ആക്കണം. അപ്പോൾ നമുക്ക് പറയാം തീറ്റ 0 ഡിഗ്രി ആകുമ്പോൾ അല്ലെങ്കിൽ 180 ഡിഗ്രി ആകുമ്പോഴാണ് എന്ത് മക്കളെ, അവിടെ എന്താ സ്റ്റേബിൾ ഇക്വിലിബ്രിയം ആവുന്ന, ടോർക്ക് എക്സ്റ്റേണൽ 0 ആവുന്നതെന്ന് പറയാം. ഇനി നമുക്ക് പറയാം ഏരിയ വെക്ടർ ഓഫ് ദി ലൂപ്പ് എന്ത് ഡയറക്ഷനിലേക്ക്, ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ. ഈ ഒരു ഓറിയന്റേഷനില് നമുക്ക് എങ്ങനെ പറയണം, ആ ഒരു ലൂപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഫീൽഡിന്റെ അതേ ഡയറക്ഷനിലായിരിക്കും. അതുപോലെ തന്നെ അത് രണ്ടും എന്തായിരിക്കും, ആ ലൂപ്പിന്, പ്ലെയിൻ ഓഫ് ലൂപ്പിന് നോർമലും ആയിരിക്കും. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്യുന്നത്, ആ ഒരു മാക്സിമം ഫ്ലക്സ്, ആ ഒരു ഫീൽഡിൽ മാക്സിമം ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സി പാർട്ട് ക്വസ്റ്റ്യൻ. എന്ത് സി പാർട്ട് ക്വസ്റ്റ്യൻ? A loop of irregular shape carrying current is located in an external magnetic field. If the wire is flexible, why does it change to a circular shape? ആ ഒരു വയർ ഫ്ലെക്സിബിൾ ആണെങ്കിൽ എന്തുകൊണ്ടാണ് അത് സർക്കുലർ ഷേപ്പിൽ പോകുന്നതെന്നാ ക്വസ്റ്റ്യൻ. കാരണം എന്താണെന്ന് അറിയാമോടാ, നമുക്ക് ഫ്ലക്സ് മാക്സിമം ആക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മളൊരു ഗിവൺ പെരിമീറ്റർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും അറിയാം, നമുക്ക് സ്ക്വയർ ഉണ്ട്, റെക്ടാങ്കിൾ ഉണ്ട്, പല ഷേപ്പ് ഉണ്ടെങ്കിൽ കൂടി ഒരു ഗിവൺ പെരിമീറ്റർ എടുത്താൽ എപ്പോഴും അതിൽ ഏരിയ കൂടുതലും, അല്ലെങ്കിൽ പെരിമീറ്റർ എല്ലാത്തിനും സെയിം ആണെങ്കിൽ ഏരിയ കൂടുതൽ കവർ ചെയ്യുന്നത് എപ്പോഴും ഏത് ഷേപ്പിനായിരിക്കും, നമ്മുടെ സർക്കുലർ ഷേപ്പിനായിരിക്കും. സർക്കിൾ എൻക്ലോസസ് ഗ്രേറ്റർ ഏരിയ ദാൻ എനി അതർ ഷേപ്പ്. അപ്പൊ ഏരിയ കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യും, ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് എപ്പോഴും അത് എന്ത് ചെയ്യുന്നത്, സർക്കുലർ ഷേപ്പിലോട്ട് ചേഞ്ച് ചെയ്യുന്നത്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ, ഫ്ലക്സ് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, example 4.12. In the circuit figure 4.23, the current is to be measured. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, കറണ്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. What is the value of the current if the ammeter shown A is a galvanometer with resistance Rg is equal to 16 ohm. അപ്പോൾ ഫസ്റ്റ് പാർട്ട് എന്താ കണ്ടുപിടിക്കേണ്ടത്, നമുക്ക് കറണ്ട് കണ്ടുപിടിക്കണം. അതിൽ അമ്മീറ്റർ ഷോൺ ചെയ്തതിൽ എന്താണ്, ഗാൽവനോമീറ്റർ ആണ്. അതിന്റെ റെസിസ്റ്റൻസ് എത്രയാണ്, 16 ohm ആണ്. ആ ഗാൽവനോമീറ്റർ, ഇവിടെ ഗാൽവനോമീറ്റർ ആണെങ്കിൽ അതും ഇതും എന്താണ്, സീരീസ് കണക്ഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്ത് വരും, Rg + R എന്ന് വരും, ഈസിക്കൽ ടു 16 + 3 വരും, ഈസിക്കൽ ടു എത്ര കിട്ടും, 63 ohm എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിച്ചെടുക്കാം. കറണ്ട് I ഈസിക്കൽ ടു എന്താണ്, V/R ആണ്. V എത്രയാണ്, 3 ആണ്, / 63 വരും, ഈസിക്കൽ ടു എത്ര വരും, 0.048 ആംപിയർ എന്ന് കിട്ടും. 0.048 ആംപിയർ. അതോ എ. ഇനി ബി പാർട്ട് ക്വസ്റ്റ്യൻ. ബി പാർട്ട് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, ഗാൽവനോമീറ്റർ ഡിസ്ക്രൈബ്ഡ് ഇൻ എ ബട്ട് കൺവേർട്ടഡ് ടു ആൻ അമ്മീറ്റർ ബൈ ഷണ്ട് റെസിസ്റ്റൻസ് RS ഈക്വൽ ടു 0.02 ohm. അതായത് ആ ഗാൽവനോമീറ്റർ എന്തായിട്ട് കൺവേർട്ട് ചെയ്യാണ്, അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ഗാൽവനോമീറ്റർ അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താണ്, R ഈക്വൽ ടു RGRS, അത് ഷണ്ട് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ എന്തിനാണ്, ഗാൽവനോമീറ്ററിന്റെ റെസിസ്റ്റൻസ് പ്ലസ് ഷണ്ട് റെസിസ്റ്റൻസിന്റെ റെസിസ്റ്റൻസ് കൂട്ടിയാൽ മതി. അപ്പൊ എത്ര വരും, 16 ഇൻറ്റു ഷണ്ട് റെസിസ്റ്റൻസ് എത്രയാ, 0.02 ഡിവൈഡഡ് ബൈ എത്ര വരും, 16 + 0.02 എന്ന് വരും. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 0.02 ohm എന്ന് കിട്ടും. ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്ര കിട്ടി, ഈ ഒരു ഷണ്ട് റെസിസ്റ്റൻസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ റെസിസ്റ്റൻസ് എത്ര കിട്ടി, 0.02 ohm കിട്ടി. ഓക്കെ അല്ലേ. ആ റെസിസ്റ്റൻസും ഈ 3 ohm എങ്ങനെയാണ്, സീരീസ് ആണ്. അപ്പൊ ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു
എന്ത് വരും? ഇത് ആർ ഡാഷ് എന്ന് എടുക്കാം. ആർ ഡാഷ് പ്ലസ് എന്ത് വരും? 3 ഓം കൂടെ ഉണ്ട്. അപ്പൊ എത്ര വരും? 3.02 ഓം എന്ന് കിട്ടാം. അപ്പൊ ഇവിടുത്തെ കറണ്ട് എത്രയായിരിക്കും? കറണ്ട് I = V/R വരും. 3 ഡിവൈഡഡ് ബൈ 3.02 വരും. എത്ര കിട്ടും? 0.99 ആംപിയർ എന്ന് കിട്ടും. എത്ര കിട്ടും? 0.99 ആംപിയർ. അപ്പൊ ആ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി. ഇനി സി പാർട്ട് ക്വസ്റ്റ്യൻ. ഐഡിയൽ അമ്മീറ്റർ വിത്ത് സീറോ റെസിസ്റ്റൻസ്. ഐഡിയൽ അമ്മീറ്റർ ഏതാണ്? സീറോ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഐഡിയൽ അമ്മീറ്റർ ആണെങ്കിൽ, സീറോ റെസിസ്റ്റൻസ് ഉള്ള ഒരു ഐഡിയൽ അമ്മീറ്റർ ആണെങ്കിൽ ഇതിലേക്ക് കൂടെ എന്തില്ല? റെസിസ്റ്റൻസ് ഒന്നുമില്ല, ഇവിടെ കറണ്ട് പോകുന്നതും ഇല്ല. അപ്പൊ കറണ്ട് ഈസിക്കൽ ടു എന്തെടുത്താൽ മതി? ഇവിടെ മാത്രമല്ലേ റെസിസ്റ്റൻസ് ഉള്ളൂ. V/R എടുത്താൽ V എത്രയാണ്? 3 ആണ്. ആറും എത്രയാണ്? 3 ആണ്. അപ്പൊ 3/3 ഈസിക്കൽ ടു എത്ര കിട്ടും? 1 ആംപിയർ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേടാ? ഓക്കെ. അപ്പൊ നമ്മൾ 3 പാർട്ടിലെ ക്വസ്റ്റ്യനും ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഇതിലോട്ട് പോകാം. നമ്മുടെ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള എക്സസൈസ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. Question number 4.1. A circular coil of wire consisting of 100 turns, each of radius 8 cm, carries a current of 0.40 ampere. What is the magnitude of the magnetic field B at the center of the coil? അതായത് ഒരു കോയിൽ, ഒരു സർക്കുലർ കോയിൽ ഉണ്ട്. അതിന് എത്ര ടേൺസ് ഉണ്ട്? 100 ടേൺസ് ഉള്ള ഒരു സർക്കുലർ കോയിൽ ഉണ്ട്. ഇനി അതിൽ ഓരോ ടേൺസിന്റെ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണ്. അതിൽ ഓരോന്നും ക്യാരി ചെയ്യുന്ന എത്രയും മക്കളെ? 0.40 ആംപിയർ ആണ്. എങ്കിൽ ആ ഒരു കോയിലിന്റെ സെന്ററിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണെന്ന ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കറിയാം മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് B = μ0I/2a ആണ്. ഇത് എപ്പോഴാണ്? ഒരു ടേൺ ഉള്ളപ്പോഴാണ്. ഒരു ടേണിൽ ഒരു കോയിലാണെങ്കിൽ എന്താണ്? B = μ0I/2a ആണ്. ഇന്ന് കോയിലിന് n ടേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? n കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പൊ μ0I/2a × n, അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാം? μ0NI/2a എന്നുള്ള ഇക്വേഷൻ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ. ഇതാണ് നമ്മുടെ എന്താ? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? നമുക്ക് വാല്യൂസ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ B = μ0യുടെ വാല്യൂ എത്രയാടാ? 4π × 10⁻⁻⁷ ഇൻറ്റു എന്നിന്റെ വാല്യൂ ഇവിടെ എത്രയാ? 100 ടേൺസ് ആണ്. അപ്പൊ 100 ഇൻറ്റു I എത്ര മക്കളെ? 0 × 4 ഡിവൈഡഡ് ബൈ 2a. 2 ഇൻറ്റു A എന്ന് പറയുന്നത് എന്താണ്? റേഡിയസ് ആണ്. റേഡിയസ് ഇവിടെ എത്രയാ? 8 സെന്റിമീറ്റർ. അപ്പൊ 8 × 10⁻². ഓക്കെ അല്ലേ? ഓക്കെ. ഈ 2.4 വിട്ട് ഇവിടെ എത്ര കിട്ടൂടാ? 0.2 എന്ന് കിട്ടും. ഈ 4 8 വിട്ട് ഇവിടെ 2 കിട്ടും. ഇതും ഇതൂടെ വിട്ടിയ 0.1 കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? π × 10⁻⁷ ഇൻറ്റു 10² ഇൻറ്റു ഇതിന് 10⁻⁻1 ഇൻറ്റു ഈ 10⁻⁻2 മുകളിൽ ചെല്ലുമ്പോൾ 10² ആവും. അപ്പൊ എത്ര കിട്ടും? π എന്ന് പറഞ്ഞാൽ 3.14 ആ. 3.14 ഇൻറ്റു 10⁻⁸ ഇൻറ്റു 10⁻4 എന്ന് വരും. ദാറ്റ് ഈസ് 3.14 ഇൻറ്റു എത്രയെന്ന് വരുവാ? 10⁻⁻4 എന്ന് വരും. ഓക്കെ അല്ലേ? 3.14 ഇൻറ്റു 10⁻⁻4 എത്രയെന്ന് ഇട്ടുവിടാ? ടെസ്ല. മാഗ്നറ്റിക് ഫീൽഡിന്റെ യൂണിറ്റ് എന്താ? ടെസ്ല. അപ്പൊ ആൻസർ എത്ര വന്നു? 3.14 ഇൻറ്റു 10⁻⁻4 ടെസ്ല എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. Question number 4.2. A long straight wire carries a current of 35 ampere. ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ ആണ്. അത് എത്ര കറണ്ട് ക്യാരി ചെയ്യുന്നു? 35 ആംപിയർ കറണ്ട് ക്യാരി ചെയ്യുന്നു. What is the magnitude of the field B at a point 20 centimeter from the wire? ആ ഒരു വയറിൽ നിന്ന് 20 സെന്റിമീറ്റർ അകലെയുള്ള ഒരു പോയിന്റില് മാഗ്നറ്റിക് ഫീൽഡ് എത്ര എന്നാ ക്വസ്റ്റ്യൻ. ഇതാണ് നമ്മുടെ എന്ത്? വയർ എന്ന് പറയുന്നത്. ഇത് ക്യാരി ചെയ്യുന്ന കറണ്ട് ആണ് 35 ആംപിയർ. ഇതിന് 20 സെന്റിമീറ്റർ മാറി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പോയിന്റ് ഉണ്ട്. അതാണ് B, അല്ലെങ്കിൽ ഒരു B എന്ന പോയിന്റ്. അവിടുത്തെ എന്താ കണ്ടുപിടിക്കണ്ടേ? മാഗ്നറ്റിക് ഫീൽഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് = μ0I/2πr due to straight current carrying conducting wire. അപ്പൊ എത്രയാണ്? μ0I/2πr. അപ്പൊ ഇവിടെ μ0യുടെ വാല്യൂ എത്രയാ? 4π × 10⁻⁻7 ഇൻറ്റു കറണ്ട് എത്ര മക്കളെ? 35 ആംപിയർ ഡിവൈഡഡ് ബൈ 2πr. 2π ഇൻറ്റു R ഇവിടെ എത്രയാണ്? 20 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ 20 × 10⁻². ഇതും വിട്ട് എത്ര കിട്ടും? 2 ഇട്ട്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇതും വിട്ട് 10 എഴുതാം. അപ്പൊ 35 × 10⁻7 ഡിവൈഡ് ബൈ എന്ത് വരും? 10⁻1 വരും. അത് മുകളിൽ ചെല്ലുമ്പോൾ 10⁻1. ദാറ്റ് ഈസ് 35 × 10⁻6 ടെസ്ല എന്ന് കിട്ടും. അല്ലെങ്കിൽ ഇനി എങ്ങനെ എഴുതാം? 3.5 × 10⁻5 ടെസ്ല എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ.
Question 4.3. A long straight wire in the horizontal plane carries a current of 15 ampere in the north to south direction. Give the magnitude and direction of D at a point 2.5 meter east of the wire. അപ്പോൾ ആദ്യം നമുക്ക് നോർത്ത് സൗത്ത് ഈസ്റ്റ് വെസ്റ്റ് ഒക്കെ ഒന്ന് വരച്ചു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഐഡിയ ഒക്കെ, അതായത് ഇത് നോർത്ത്, സൗത്ത്, ഇത് വെസ്റ്റ്, ഇത് ഈസ്റ്റ്, ഇങ്ങനെയാണ് നമ്മുടെ ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ എന്ത് ഇവിടെ പറഞ്ഞിട്ടുള്ളത്, ഒരു ലോങ് സ്ട്രെയിറ്റ് വയറിൽ എന്ത് ചെയ്യുന്നു, കറണ്ട് ക്യാരി ചെയ്യുന്നുണ്ട്. കറണ്ട് ക്യാരി ചെയ്യുന്ന എന്ത് ഡയറക്ഷനിലാടാ, നമ്മുടെ നോർത്ത് ടു സൗത്ത് ഡയറക്ഷനിലാണ്. ഇതാണ് ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് വയർ. അതിൽ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കറണ്ട് പോകുന്നുണ്ട്. എത്ര ആംപിയറാ പോകുന്നത്, 15 ആംപിയർ. ഇതിന്റെ എവിടെയാണ്, 2.5 മീറ്റർ ഈസ്റ്റ് ഓഫ് ദി വയറിനുള്ള നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇതല്ലേ ഈസ്റ്റ്, അപ്പൊ ഇവിടെ നിന്ന് 2.5 മീറ്റർ, ഇവിടെ നമുക്ക് പോയിന്റ് സി അടയാളപ്പെടുത്താം. ഈ സിയിലുള്ള എന്താ കണ്ടുപിടിക്കണ്ടേ, മാഗ്നിറ്റ്യൂഡ്, മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ സിയിലുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ നമുക്കറിയാം D = എന്താ ഇക്വേഷൻ, μ0I/2πr ആണ്. അപ്പൊ എന്ത് വരും, 4π × 10⁻⁻⁷ ഇൻറ്റു I എത്രയാ മക്കളെ, 15 ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു R എത്രയാ, 2.5. ഇതും വെട്ടിയ 2 കിട്ടും. അപ്പൊ എനിക്ക് എങ്ങനെ എഴുതാം, 2 × 5 × 10⁻⁻6 ഡിവൈഡഡ് ബൈ 2.5. ഇതും വെട്ടിയ 2 വരും. അപ്പൊ 2 × 2 എത്ര കിട്ടും, 4 കിട്ടും. 4 × എത്രയും വരും, 10⁻⁻6 ടെസ്ല കിട്ടും. ഓക്കെ അല്ലേ, 4 × 10⁻⁻6 ടെസ്ല. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ഡയറക്ഷൻ നോക്കാം. നമുക്കറിയാം നമ്മുടെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ യൂസ് ചെയ്യുമ്പോൾ തമ്പ് എങ്ങോട്ടായിരിക്കും, ഇവിടെ ഇങ്ങോട്ടായിരിക്കും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും, നമുക്കറിയാം ഇങ്ങനാണെങ്കിൽ ഇതിന്റെ ഈ സൈഡിൽ എന്തായിരിക്കും ഇവിടെ, നമ്മുടെ ആരോ ഇങ്ങോട്ടാണെങ്കിൽ ഈ സൈഡിൽ അത് ഇൻറ്റു ദ പ്ലെയിനും, ഈ സൈഡിൽ എന്തായിരിക്കും, ഔട്ട്വേർഡ്സ് ദ പ്ലെയിനും ആയിരിക്കും അല്ലേ. അതെ, അപ്പൊ ഈ സൈഡിലെ പോയിന്റ് അല്ലേ സി എന്ന് പറയുന്നത്. സോ ഇവിടെ എങ്ങനെ ആയിരിക്കും, മാഗ്നറ്റിക് ഫീൽഡ് ഔട്ട്വേർഡ്സ് ദി പ്ലെയിൻ ആയിരിക്കും. മാഗ്നിറ്റ്യൂഡ് 4 × 10⁻⁻6 ടെസ്ല ആണ്. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ. ഓക്കെ.